നമസ്കാരം എല്ലാവർക്കും കാർഡ്സ് ഓഫ് ഷിതിയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങൾക്കുള്ള അവരുടെ സോൾ മെസ്സേജസ് എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മദർ യൂണിവേഴ്സ് ആൻഡ് വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ അവർക്ക് നൽകുന്ന വ്യൂവേഴ്സിന് നൽകുന്ന സോൾ മെസ്സേജസ് എന്തൊക്കെയാണെന്നാണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നൈറ്റ് ഓഫ് കപ്സ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണുന്നോ അപ്പോൾ തൊട്ടെങ്കിൽ വാലിഡ് ആവുന്നതായിരിക്കും. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് ഇതെല്ലാവർക്കും വാലിഡ് ആവണമെന്നില്ല. നിങ്ങളുടെ ലൈഫിലേക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം അട്രാക്റ്റ് ചെയ്യുക, നെഗറ്റീവായിട്ടുള്ളത് വിട്ടേക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ഇനിയുള്ള വീഡിയോസൊക്കെ നിങ്ങളുടെ എനർജി ആയിട്ടും കൂടി കണക്റ്റ് ആവുന്നതായിരിക്കും. റീഡിങ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് ഇതാണ്. നിങ്ങളുടെ വ്യക്തിയുടെ സോൾ മെസ്സേജസ് എന്താണെന്ന് ചോദിച്ചപ്പോൾ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് ഇതാണ്. നൈറ്റ് ഓഫ് കപ്സ്, ദ ഡെവിള്, 7 ഓഫ് സോഡ്സ്, 9 ഓഫ് വാൺസ്, ദി ഹാങ്ഡ് മാൻ, 2 ഓഫ് വാൺസ്, ദി സ്റ്റാർ, പേജ് ഓഫ് സോഡ്സ്, നൈറ്റ് ഓഫ് സോഡ്സ്, ദ എംപറർ, 6 ഓഫ് കപ്സ്, 8 ഓഫ് വാൺസ്, 3 ഓഫ് വാൺസ്, 8 ഓഫ് കപ്സ്, 5 ഓഫ് വാൺസ്. ബോട്ടം ഓഫ് ദ ഡെക്ക് കിട്ടിയിരിക്കുന്നത് ദ ചാരിയറ്റ് ആണ്. ആദ്യം കിട്ടിയിരിക്കുന്ന കാർഡ് നൈറ്റ് ഓഫ് കപ്സ് ആണ്. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ വൈകാരിക തുടക്കങ്ങൾ വേണമെന്നാണ് ആ സോള് നിങ്ങളോട്, നിങ്ങളുടെ വ്യക്തിയുടെ സോള് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അതായത് പുതിയ രീതിയിൽ തുടക്കം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വേണം. അതായത് മുന്നിലൊരു പ്രതിബന്ധമുണ്ട്, തടസ്സങ്ങളുണ്ട്, അത് തരണം ചെയ്ത് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അടുത്ത കാർഡ് വന്നിരിക്കുന്നത് ഡെവിളാണ്. അത് നിങ്ങളിപ്പോൾ ആന്തരികമായിട്ട് നേരിടുന്ന ഒരു ഭയം അല്ലെങ്കിൽ തടസ്സങ്ങൾ, ഇതൊക്കെ അല്ലെങ്കിൽ ചില കാര്യങ്ങളിലുള്ള ആഗ്രഹങ്ങൾ, ഇതൊക്കെയാണ് ഈ ഡെവിൾ എന്ന് പറഞ്ഞ കാർഡ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ ആ വ്യക്തിയുടെ സോള് പറയുന്നത് നിങ്ങളുടെ ഈ ആന്തരികമായിട്ടുള്ള ഈ ഡെവിൾ ഇതായിട്ടുള്ള ആ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിന്നിട്ട് മാറ്റാമെന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഭയങ്ങളെയും തടസ്സങ്ങളെയൊക്കെ മാറ്റണം എന്നാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ആ സോള് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളിപ്പോൾ വിശ്വസിക്കുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് ആ സോള് നിങ്ങളോട് മുന്നറിയിപ്പ് തരാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ഒരു 7 ഓഫ് സോഡിന്റെ എനർജി വരുന്നുണ്ട്. അതായത് ഒരു ചതിയോ വഞ്ചനയോ ഒക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനായിട്ട് സാധ്യതയുണ്ടെന്ന് ആ സോള് മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളോട് ജാഗ്രത പാലിക്കാനാണ് പറയുന്നത്. നിങ്ങളോട് ജാഗ്രത പാലിച്ചിട്ട് മുന്നോട്ട് പോകാനാണ് പറയുന്നത്. നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാനുള്ള പ്രതിരോധ ശേഷിയും ഒരു കരുത്തുമൊക്കെ നിങ്ങൾ സ്വയം ആർജിക്കാനാണ് പറയുന്നത്. അത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവന്നിട്ട് മുന്നോട്ട് പോകണം എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഒരു ഇത് വരാനിരിക്കുന്നുണ്ടെന്ന് അവരെ സോള് മനസ്സിലാക്കുന്നുണ്ട്. ആരോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തടസ്സമുള്ളവരോ ആരെങ്കിലും ആയിരിക്കാം, പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചീറ്റിംഗ് ഒക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ടെന്ന് അവരുടെ സോള് മനസ്സിലാക്കിയിട്ട് അത് നിങ്ങളോട് പറയാനായിട്ട്, ആ സോള് നിങ്ങളുടെ സോളിനോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളോട് ഒരു പുതിയ രീതിയിൽ എല്ലാ കാര്യങ്ങളെയും കാഴ്ചപ്പാടിലേക്ക് വരാനായിട്ട്, ഒരു പുതിയ കാഴ്ചപ്പാടിലേക്ക് നിങ്ങളോട് വരാനും ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ടാണ് പറയുന്നത്. നിങ്ങൾ പുതിയ പദ്ധതികൾ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് വേണ്ടതെന്നുള്ള ഒരു ദീർഘവീക്ഷണത്തോട് കൂടിയിട്ടുള്ള ഒരു ചിന്തയിലേക്കൊക്കെ വരണമെന്ന് ആ വ്യക്തിയുടെ സോള് നിങ്ങളുടെ സോളിനോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു പ്രതീക്ഷ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പ്രതീക്ഷയുടെ ഒരു സമയമാണ്. ഒരു പ്രചോദനം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്നുണ്ട്, ഒരു പ്രതീക്ഷ ഉണ്ടാവുന്നുണ്ട്. ആ ഒരു പ്രതീക്ഷയിൽ നിങ്ങൾ മുന്നോട്ട് വരാനാണ് പറയുന്നത്. നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഒരു നിങ്ങൾ രണ്ടുപേരും റിസ്ക് എടുക്കേണ്ടതുണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഒരു പേജ് ഓഫ് സോഡ്സ് പറയുന്നത് ഒരു പുതിയ ആശയങ്ങൾ ഒക്കെ നിങ്ങൾ കൊണ്ടുവരാൻ റിസ്ക് എടുക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെ ജിജ്ഞാസയോട് കൂടിയിട്ട് മുന്നോട്ട് പോകാമെന്നാണ് പറയുന്നത്. നൈറ്റ് ഓഫ് സോഡ്സ് പറയുന്നത് വളരെ വേഗത്തിൽ ഈ റിലേഷൻഷിപ്പിൽ ഒരു തീരുമാനം എടുത്തിട്ട് മുന്നോട്ട് പോകാനാണ്. ഒരു മുന്നോട്ടുള്ള ഒരു വളരെ വേഗത്തിലുള്ളൊരു പ്രയാണമാണ് നിങ്ങളോട് ചെയ്യാൻ പറയുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ പെട്ടെന്നൊരു തീരുമാനങ്ങളൊക്കെ എടുത്തില്ലെങ്കിൽ അത് മറ്റുള്ളവർ ഇപ്പോൾ ചതിക്കാനോ വഞ്ചിക്കാനൊക്കെ നിൽക്കുന്നവർക്ക് ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതാണ് പറയുന്നത്. നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ വളരെ സ്ഥിരതയുള്ള നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. വളരെ നല്ല രീതിയിൽ ഒരു വൈകാരികമായ വളരെ നല്ല അടുപ്പമുള്ള ഒരു റിലേഷൻഷിപ്പാണ്. അപ്പോൾ അതിലൊരു സ്ഥിരത നിങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ടെന്നും കൂടിയാണ് പറയുന്നത്. നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഒരു സ്ഥിരതയൊക്കെ കൊണ്ടുവരണം. നിങ്ങൾ എപ്പോഴും ആ സോള് നിങ്ങളുടെ പഴയ കാലങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചിട്ട് പഴയ കാലങ്ങളിൽ നടന്നിട്ടുള്ള ആശയവിനിമയമോ അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹത്തോടു കൂടിയുള്ള അല്ലെങ്കിൽ
ആ കഴിഞ്ഞു പോയ സാഹചര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് ആ സോള് ഇപ്പോഴും ആഗ്രഹിക്കുന്നത്. അതുപോലെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ആ പഴയ ഓർമ്മകളിലാണ് ആ സോൾ ഇപ്പോഴും ഉള്ളത്. മുന്നോട്ട് എത്രയും വേഗത്തിൽ നിങ്ങളുടെ സോളുകൾ പരസ്പരം എല്ലാം മനസ്സിലാക്കി മുന്നോട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നാണ് പറയുന്നത്. കാര്യങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് പറയുന്നത്. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ആസൂത്രിതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് പറയുന്നത്. വളരെ കൃത്യമായിട്ട് ചിന്തിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് എടുക്കേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ വൈകാരികമായിട്ട് മറ്റേതെങ്കിലും കാര്യങ്ങളിൽ വൈകാരികമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തടസ്സം നിൽക്കുന്ന മറ്റേതെങ്കിലും കാര്യങ്ങൾ വൈകാരികമായിട്ട് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് അവിടെ അവസാനിപ്പിച്ചിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകാനാണ് പറയുന്നത്. റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന ആ സ്റ്റേജിൽ നിന്നിട്ട് ഇപ്പൊ നിങ്ങൾ ചിലപ്പോൾ മറ്റുള്ളവർ പറയണ കേട്ടിട്ടൊക്കെ നിൽക്കേണ്ട ഒരു സാഹചര്യത്തിലൂടെ ആയിരിക്കും ഇപ്പോൾ കടന്നു പോകുന്നത്. മറ്റുള്ളവർ ഇപ്പോൾ ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റു സുഹൃത്തുക്കളൊക്കെ ആയിരിക്കാം ആ വ്യക്തിയിലേക്ക് അല്ലെങ്കിൽ ആ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് പോകരുതെന്ന് പറഞ്ഞ് തടസ്സം പറഞ്ഞു നിൽക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ ആ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പിന് തടസ്സമായിട്ട് നിൽക്കുന്ന ആ ഒരു വൈകാരികമായിട്ടുള്ള സാഹചര്യത്തിൽ നിന്നിട്ട് നിങ്ങളോട് മൂവ് ഓൺ ചെയ്യാനാണ് പറയുന്നത്. അത് തിരിഞ്ഞു നോക്കാതെ നിങ്ങൾ മുന്നോട്ട് പോവുക. എന്നിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാക്കിയെടുക്കാനാണ് പറയുന്നത്. നിങ്ങൾ ഈ ഒരുപാട് മത്സരങ്ങളും വെല്ലുവിളികളൊക്കെ നിങ്ങൾ നേരിടേണ്ടതായിട്ടുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകണമെങ്കിൽ ആന്തരികമായിട്ടും വൈകാരികമായിട്ടും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ രീതിയിലായാലും വളരെയധികം വെല്ലുവിളികൾ നേരിടുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ പോണത്. അതെല്ലാം നിങ്ങൾ മാറ്റി വയ്ക്കണം. നിങ്ങളുടെ ലൈഫിൽ നിന്ന് ചില കാര്യങ്ങൾ മാറ്റിയിട്ട് നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് കൊണ്ടുപോകുന്നതിൽ തടസ്സം നിൽക്കുന്ന ആളുകളിൽ നിന്നിട്ടായിരിക്കും നിങ്ങൾക്ക് ഈ 7 ഓഫ് സോർട്സിന്റെ ഡെവിളിന്റെ ഒക്കെ എനർജി വരുന്നത്. നിങ്ങൾക്ക് ഒരു വഞ്ചനാപരമായിട്ടുള്ള രീതിയിലോ അല്ലെങ്കിൽ ചതിയൊക്കെ ഇപ്പൊ ഫ്രണ്ട്സുകളൊക്കെ ആണെങ്കിൽ വളരെ നല്ല റിലേഷൻഷിപ്പാണ് നിങ്ങളിൽ നിന്നെങ്കിലും ഫ്രണ്ട്സുകൾ നിങ്ങളെ പരസ്പരം പറഞ്ഞ് തെറ്റിയിരിപ്പിക്കാനൊക്കെ സാധ്യതയുണ്ട്. കാരണം ഫ്രണ്ട്സ് ഇപ്പോൾ രണ്ടുപേരുണ്ടായാലും ഒരാളുടെ ഫ്രണ്ട്സുകളൊക്കെ പറയുന്നത് നീ ആ വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണ്ട, നിനക്ക് ചേരില്ല, അത് ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞ് മാറ്റി നിങ്ങളെ മാനസികമായിട്ട് ഒരു അകൽച്ചയിലേക്ക് കൊണ്ടുവരുന്ന സുഹൃത്തുക്കളോ അങ്ങനെയുള്ള വ്യക്തികളൊക്കെ ഉണ്ടെങ്കിൽ അവരിൽ നിന്നിട്ടാണ് ഈ ചീറ്റിംഗ് ഒക്കെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ നല്ല റിലേഷൻഷിപ്പാണ്, അത് നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്ന് ആ വ്യക്തിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. പക്ഷെ നിങ്ങൾ തമ്മിൽ ഒരു ഡിസ്റ്റൻസിൽ ഇപ്പോൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഈ ആളുകളിൽ നിന്നിട്ട് നിങ്ങൾ മാറി നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കണം എന്നാണ് പറയുന്നത്. ചിലപ്പോൾ അത് ഫാമിലിയിലുള്ള ആളുകളായിരിക്കും. ഫാമിലിയിലുള്ള ആളുകൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് അംഗീകരിക്കാൻ കഴിയാതെയൊക്കെ ആയിരിക്കും. അപ്പോൾ അവരോടുള്ള വൈകാരികമായ ഒരു അടുപ്പം, അറ്റാച്ച്മെന്റ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിന്നിട്ട് പോരുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് രണ്ടുപേർക്കും മാനസികമായിട്ടുള്ള വിഷമങ്ങളാണ് ഉണ്ടാവുക. അവർ പറയുന്നത് അവരുടെ കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കും അവർ സംസാരിക്കുന്നത്. എന്നാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അത് വളരെ വേദനാജനകമായിരിക്കും. നിങ്ങൾക്ക് ഫ്യൂച്ചറിലും അതൊരു വേദനയൊക്കെ ആയിരിക്കും തരിക. നിങ്ങൾ ആ കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തടസ്സം നിൽക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ അതിൽ നിന്നിട്ട് മാറ്റി മറ്റൊരിതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ആളുകളിൽ നിന്നിട്ട് നിങ്ങൾ മാറിയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ കൊണ്ടുവരണം, മുന്നോട്ട് പോകണം എന്നാണ് നിങ്ങളുടെ വ്യക്തിയുടെ സോള് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇതിൽ പല വ്യക്തികളുടെയും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. ഇതിലുള്ള ഈ റീഡിങ് കാണുന്ന മിക്ക ആൾക്കാരും ഇങ്ങനത്തെ ഇതിലൂടെ കടന്നു പോകുന്നുണ്ടാവും. അതായത് രണ്ടുപേരും വളരെ സ്നേഹത്തിൽ പോകുമ്പോൾ അതിനിടയിൽ മറ്റു പലരും കൈ കടത്തിയിട്ട് അവരുടേതായ രീതിയിൽ ഒരു വ്യക്തിയെ മുന്നോട്ട് കൊണ്ടുപോയി, ചിലപ്പോൾ നിങ്ങളെ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ പേഴ്സണെ ആയിരിക്കാം, കൊണ്ടുപോയിട്ട് നിങ്ങളിൽ നിന്നിട്ട് അകറ്റുന്ന ഒരു സാഹചര്യമാണ് കണ്ടുവരുന്നത്. അതിനെയൊക്കെ പ്രതിരോധിച്ച് നിങ്ങൾ മുന്നോട്ട് വരണം. അതെല്ലാം നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തടസ്സം നിൽക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളല്ല കൂടുതലും അവർ പറഞ്ഞ് നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണെ പറഞ്ഞ് ഇങ്ങനെ മാറ്റുന്നത്. കൂടുതലും നിങ്ങളെ തന്നെയായിരിക്കാം നിങ്ങളെ പറഞ്ഞ് മാറ്റി നിങ്ങളുടെ പേഴ്സന്റെ ആ ഒരു ഇതിൽ നിന്നിട്ട് മാറ്റി നിങ്ങളെ കൊണ്ടുപോകുന്നത് അവരായിരിക്കാം. അതിനെ നിങ്ങൾ മറികടക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു വിജയം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്നുണ്ട്. നിങ്ങളൊരു നിശ്ചയദാർഢ്യത്തോട് കൂടിയിട്ട് എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിച്ച് മുന്നോട്ട് പോകുക എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ സോളിനും ആ ഒരു മുന്നോട്ട് പോകാനുള്ള ഒരു കരുത്ത് നിങ്ങളുടെ സോളിനും കിട്ടും. അങ്ങനെ നിങ്ങളുടെ രണ്ടുപേരുടെയും സോള് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളെ ഈ ഒരു പ്രശ്നങ്ങൾ നിങ്ങളുടെ ഫാമിലിയോ അല്ലെങ്കിൽ സൗഹൃദങ്ങളോ ഒക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇടയിൽ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ ഒരു നല്ലൊരു രീതിയിൽ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ യഥാർത്ഥ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് എവിടെയെന്നെങ്കിലും ചതിയോ ഇതൊക്കെ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മോശം കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതെല്ലാം മാറ്റി മുന്നോട്ട് പോകാനാണ് നിങ്ങളുടെ വ്യക്തിയുടെ സോള് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്.